നമ്മൾ പഠിക്കാൻ പോകുന്നു വികാസ തത്വങ്ങൾ. നോക്കാം. മനുഷ്യന്റെ വികാസത്തെ സംബന്ധിച്ച് സാർവത്രികമായി നിലനിൽക്കുന്ന സവിശേഷതകളാണ് വികാസ തത്വങ്ങൾ. എന്താണ് വികാസ തത്വങ്ങൾ? മനുഷ്യന്റെ വികാസത്തെ സംബന്ധിച്ച്, നമ്മുടെ ഡെവലപ്മെന്റിനെ സംബന്ധിച്ച് സാർവത്രികമായി, യൂണിവേഴ്സലായി നിലനിൽക്കുന്ന സവിശേഷതകളാണ് എന്ത്? വികാസ തത്വങ്ങൾ. എങ്ങനെയൊക്കെയാണ് വികസനം സംഭവിക്കുന്നത്, നമുക്ക് വികാസം സംഭവിക്കുന്നത് നോക്കാം. എങ്ങനെയൊക്കെയാണ് വികാസത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്, നമ്മുടെ ഡെവലപ്മെന്റിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, വികാസം അനുസ്യൂതമാണ്. അനുസ്യൂതം, അവസാനമില്ല, കണ്ടിന്യൂസ് ആണ്. ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ്. നമ്മുടെ വികാസം അവസാനിക്കുന്നില്ല. ഗർഭധാരണം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ തുടർച്ചയായി പരിവർത്തനങ്ങൾ അഥവാ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണ് വികാസം അനുസ്യൂതമാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ്, അവസാനിക്കുന്നില്ല. ഗർഭധാരണം മുതൽ, നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്നത് മുതൽ നമ്മുടെ മരണം വരെ ഒരു വ്യക്തിയിൽ തുടർച്ചയായി പരിവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ പഠിക്കുന്നത് വികാസത്തിന്റെ സവിശേഷതകളാണ്, നമ്മുടെ ഡെവലപ്മെന്റിന്റെ പ്രത്യേകതകളാണ്. എന്താണ് ഫസ്റ്റ് വൺ? ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ്. വികാസം അനുസ്യൂതമാണ്. ഗർഭധാരണം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ തുടർച്ചയായി മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദെൻ വികാസം ഗതിനിയമം പാലിക്കുന്നു. ഡെവലപ്മെന്റ് ഈസ് ഡയറക്ഷണൽ. നമ്മുടെ ഡെവലപ്മെന്റ്, വികാസം ഗതിനിയമം പാലിക്കുന്നുണ്ട്. അതെന്താന്ന് നോക്കാം. കൃത്യമായ ഒരു ഓർഡർ ഉണ്ട് വികാസത്തിന്, വികാസക്രമമുണ്ട്. നോക്കാം. ശാരീരിക വികാസത്തിൽ നമ്മുടെ ശരീരം വികസിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ തല മുതൽ പാദം വരെ സെഫാലോ കോഡൽ സീക്വൻസ് എന്ന ക്രമം പാലിക്കുന്നുണ്ട്. അതാണ് വികാസം ഗതിനിയമം പാലിക്കുന്നു. ഡെവലപ്മെന്റ് ഈസ് ഡയറക്ഷണൽ എന്ന് പറയുന്നത് കൃത്യമായി വികാസത്തിന് എന്തുണ്ട്? ഒരു നിയമമുണ്ട്. ശാരീരിക വികാസമാണ് നമ്മൾ പറയുന്നതെങ്കിൽ തല മുതൽ പാദം വരെ എന്നുള്ള ഒരു ഓർഡറിലാണ് വികസിക്കുന്നത്. ഇനി മസിൽസ്, പേശി വികാസമാണ് പറയുന്നതെങ്കിൽ കഴുത്ത്, ഉടല്, കാല് എന്നിവിടങ്ങളിലെ പേശികൾ ക്രമത്തിൽ വികസിക്കും. എങ്ങനെ? കഴുത്ത്, ഉടല്, കാല് എന്നിവിടങ്ങളിലെ പേശികൾ ക്രമത്തിൽ വികസിക്കും. അതാണ് പേശി വികാസത്തില്, മസിൽസിന്റെ ഡെവലപ്മെന്റിൽ സംഭവിക്കുന്നത്. ഇതൊക്കെ എന്താ മനസ്സിലാക്കുന്നത്? വികാസം ഗതി നിയമം പാലിക്കുന്നു, ഡയറക്ഷണൽ ആണ്, ഒരു ഓർഡറിലാണ് നമുക്ക് വികാസം വരുന്നത്. ശാരീരിക വികാസമാണെങ്കിൽ തല മുതൽ പാദം വരെ എന്നുള്ള ഓർഡർ. പേശി വികാസത്തില് കഴുത്ത്, ഉടല്, കാല് എന്നിവിടങ്ങളിലെ പേശികൾ ക്രമത്തിലാണ് വികസിക്കുന്നത്. അപ്പൊ ഗതി നിയമം പാലിക്കുന്നുണ്ട്. ദെൻ വികാസത്തിൽ ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം, പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷൻ പാലിക്കപ്പെടുന്നു. എന്താ പറഞ്ഞത്? വികാസത്തില് ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്നുള്ള രീതി, സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം, പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷൻ പാലിക്കപ്പെടുന്നുണ്ട്. ശരീരത്തിന്റെ മധ്യഭാഗത്തുള്ള ഹൃദയം, കരൾ, ശ്വാസകോശം, വൃക്കകൾ തുടങ്ങിയ മർമ്മപ്രധാനമായ അവയവങ്ങളും ഉദരഭാഗങ്ങളും വികാസം പ്രാപിച്ച ശേഷമാണ് വിരൽ തുമ്പിലേക്ക് വികാസം എത്തുന്നത്. ഇതൊക്കെ നമ്മളോട് എന്താ പറയുന്നത്? വികാസം ഗതി നിയമം പാലിക്കുന്നു. ഇറ്റ് ഈസ് ഡയറക്ഷണൽ. കൃത്യമായ ഒരു ഓർഡർ ഉണ്ട് അതിന്. ദെൻ ഈ വികാസക്രമങ്ങൾ വികാസ ഗതി നിയമം എന്നറിയപ്പെടുന്നു. ഈ ക്രമം ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞല്ലോ ഈ ഓർഡറിലാണ് വികസിക്കുന്ന ഡെവലപ്മെന്റ് വരുന്നതെന്ന്. ഈ വികാസക്രമങ്ങൾ വികാസ ഗതി നിയമം എന്നറിയപ്പെടുന്നു. എന്തൊക്കെയാണ്? ശാരീരിക വികാസത്തിൽ തല മുതൽ പാദം വരെ എന്ന ക്രമം, പേശി വികാസത്തിൽ കഴുത്ത്, ഉടൽ, കാൽ എന്നിവിടങ്ങളിലെ പേശികൾ ക്രമത്തിലാണ് വികസിക്കുന്നത്. വികാസത്തിൽ ശരീര മധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം പാലിക്കപ്പെടുന്നു. ശരീരത്തിന്റെ മധ്യഭാഗത്തുള്ള ഹൃദയം, കരൾ, ശ്വാസകോശം, വൃക്കകൾ തുടങ്ങിയ മർമ്മപ്രധാനമായ അവയവങ്ങളും ഉദരഭാഗങ്ങളും വികാസം പ്രാപിച്ച ശേഷമാണ് വിരൽത്തുമ്പുകളിലേക്ക് വികാസം എത്തുന്നത്. ഈ വികാസക്രമങ്ങളാണ് വികാസ ഗതി നിയമം എന്നറിയപ്പെടുന്നത്.